ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മൾ രസമാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 10 പേർക്ക് കൊടുക്കാനുള്ള രസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുന്നതിന് ഒരു 3 തക്കാളി, ഒരു മല്ലിച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടണം. ഒരു 50 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് കഴുകിയതിന് ശേഷം 1 ലിറ്റർ വെള്ളം ഒഴിച്ച് വയ്ക്കുക. വെള്ളം കൂടി പോകരുത്. 1 ലിറ്റർ വെള്ളം കറക്റ്റാക്കി എടുക്കണം. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി തക്കാളി എല്ലാം മുറിച്ചെടുത്ത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതിന് ശേഷം 2 ഉണ്ട വെളുത്തുള്ളിയും ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ നന്നാക്കി ചതച്ചെടുക്കണം. ഇനി തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിക്കാനുള്ള രസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിലിട്ട പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഊറ്റിയെടുക്കുക. ചണ്ടി വിടാതെ നോക്കണം. അത് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂണ് ചെറിയ ജീരകം ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 സ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുത്ത് പൊടിച്ച പൊടിയല്ല, പച്ച മല്ലി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു ചെറിയ പീസ് കായം കൂടെ ചേർത്ത് കൊടുക്കണം. LG കായാണ് ഞാൻ എടുക്കുന്നത്. LG കായത്തിൻ്റെ ചെറിയൊരു പീസ്, അതായത് ഒരു കോഫി ബേറ്റ് മിഠായില്ലേ, ആ മിഠായിൻ്റെ വലുപ്പത്തിൽ ഒരു പീസ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ഇല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന്. ഇനി ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് അതിന് ശേഷം നമ്മൾ അതിൻ്റെ പൊടിയൊക്കെ ഇളകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു തള വരുന്ന സമയത്ത് നമ്മൾ ഒരു ശർക്കരയുടെ പകുതി പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി ഉപ്പ് പാകമാണോ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. അത് നന്നായി തിളച്ചതിന് ശേഷം ഒരു 50 ഗ്രാം പരിപ്പ് തിളപ്പിച്ചതിൻ്റെ വെള്ളം അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മളെ രസം റെഡിയായി.